നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ശാരദാമ്മ എവിടെ? ക്ഷമിക്കണം കേട്ടോ, എനിക്കറിയില്ലേന്നാവും നിങ്ങളിപ്പോ ആലോചിക്കുന്നത്. അത് അമ്മ സത്യാമ്മയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മേ, ശാരദാമ്മ സത്യാമ്മയുടെ വീട്ടിൽ തന്നെ കാണുമെന്ന്. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. കഴിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ കുടുംബശ്രീയിലേക്ക് വരുന്നത്. ശാരദാമ്മയും മക്കളെയും കാണാം. അതിന് ശാരദാമ്മ ഇവിടെ ഇല്ലല്ലോ. നമുക്ക് ഇറങ്ങിയാലോ? നല്ല വിശപ്പുണ്ട്. ഇവിടെ വരെ വന്നിട്ട് എങ്ങനാടി? ഹോട്ടലൊന്നും ഇല്ലെങ്കിലും ഈ കുഞ്ഞുങ്ങള് കഴിക്കാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അതിലൊരു പങ്ക് മതി. അതൊക്കെയല്ലേ ഈ സ്നേഹം എന്ന് പറയുന്നത്. ചെന്നെടുത്തു വെക്കും മക്കളെ. എന്താ മടിച്ചു നിൽക്കുന്നത്? ചിത്ര പറഞ്ഞതുപോലെ ഒരാനെ തിന്നാനുള്ള വിശപ്പുണ്ട്. എന്നാലും 2 പിടി ചോറ് മതി. പെട്ടെന്ന് എടുത്തു വെച്ചോ. എന്താ മക്കളെ? അല്ല വസുമതി ആന്റി, അത് ഇവിടൊന്നും വെച്ചിട്ടില്ല. അതെന്തു പറ്റി? സമയം കുറെ ആയല്ലോ. മനസ്സിലായി. അമ്മ ഇല്ലാത്തതുകൊണ്ട് മക്കളൊന്നും വെച്ചിട്ടുണ്ടാവില്ല അല്ലേ? മടി. ഇവക്കും ഇത് പതിവുള്ളതാ കേട്ടോ. സാരമില്ല, ശാരദാമ്മയ്ക്ക് പകരം വസുമതി ആന്റി ഇന്ന് അടുക്കളയിൽ കയറുന്നു. എന്താ, സമ്മതമല്ലേ? വസുമതി ആന്റിയോ? ആ, ശാരദാമ്മ ഉണ്ടാക്കുന്നതിന്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അയ്യോ ആന്റി, ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് വെച്ച് തരാം. തൽക്കാലം വേണ്ട. ഇന്ന് മടിച്ചി കോതകൾക്ക് 2 അവധി. ആന്റി, വാടി ചിത്ര. ചിത്രേ, എന്താ വില്ലേജ് ഇതൊക്കെ? ബസുമതി ആന്റി ഒന്നും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അർജുനേട്ടൻ പറയാത്ത സ്ഥിതിക്ക് നമ്മളായിട്ടൊന്നും അറിയിക്കാൻ വേണ്ട. അല്ല, എന്നാലും പ്രീതിയുടെ ആഭരണം മോഷ്ടിച്ച ആളെ അർജുനേട്ടൻ ജാമ്യത്തിലിറക്കാൻ നടക്കുന്ന കാര്യം ബസുമതി ആന്റി അറിയിക്കുമെന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു ആ ബാലചന്ദ്രന്റെ വക. അക്കാര്യം ചോദിക്കാനോ മറ്റോ അവര് വന്നതാവുന്ന ഞാൻ കരുതിയത്. പെട്ടെന്ന് വസുമതി ആന്റിയെ കണ്ടപ്പോ ഞാനും ഒന്ന് പേടിച്ചു. അതാ മോളെ പറയുന്നത്, ഏത് സങ്കടക്കടലിലും ആശ്വാസത്തിന് ചെറുതുരുത്തുകളുണ്ടാവുന്നു. അല്ലെങ്കിൽ ബസുമതി ആന്റിക്ക് ഇപ്പൊ ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? നമ്മുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന നമുക്ക് ഭക്ഷണം വെച്ച് വിളമ്പിത്തരേണ്ട കാര്യമുണ്ടോ? ദേ അവള് പോന്നു. ഇവിടെ നിർത്തിക്കോ. നിന്നെ ഒന്ന് കാണാൻ വന്നതാടി. രാമനും സീതയും വനവാസത്തിന് പോയ ശേഷം നമ്മൾ രണ്ടാളും മാത്രമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ലല്ലോ. ശൂർപ്പണഖയ്ക്ക് സ്വാഗതം. വനവാസത്തിലാണെങ്കിലും നിന്റെ ദുഷ്ടസാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരും സമാധാനമായിട്ട് ജീവിച്ചു പോന്നു. ഡീ, നിന്നെ ഇപ്പൊ കണ്ടാ തോന്നുന്നത് എന്താന്നറിയോ? ഒറീസയെന്നും ബംഗാളിന്നും ഒക്കെ ഇവിടെ റോഡ് വെട്ടാനും കൽപ്പണിക്കും ഒക്കെ വരുന്ന കൂലിപ്പണിക്കാരില്ലേ, അവരുടെ ഭാര്യമാരാ ഇതുപോലെ കഞ്ഞിക്കലും മീൻചട്ടിയും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്നത്. അതൊരു കുറവാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് സുസ്മിതേ?
പുറം നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന കുടുംബങ്ങളെ ഇവിടെ അധ്വാനിച്ച് തന്നെയാ ജീവിക്കുന്നത്. അമ്മയുടെ കൂട്ടുകാരിയുടെ വീടെന്നുള്ള അധികാരത്തില് നീ സത്യാമ്മയുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന ആഹാരത്തെക്കാൾ രുചിയുണ്ടാവും അവര് ശരീരം വിയർത്തുണ്ടാക്കുന്ന ഭക്ഷണത്തിന്. ഇപ്പൊ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയ കാറിന്റെ ഫ്യൂല് പോലും എന്റെ വിഷ്ണുവേട്ടന്റെ അമ്മയുടെ കാശ് കൊണ്ട് അടിക്കുന്നതല്ലേടി. നല്ല ദണ്ണുണ്ടല്ലേ നിനക്ക്. എന്നാലേ ഇതൊക്കെ ഒരു മിടുക്ക. എടി, ദണ്ണോന്നല്ല എനിക്ക് തോന്നുന്ന ഈ വികാരത്തെ പറയേണ്ടത്. പുച്ഛം. വല്ലവന്റെയും പണം ഊറ്റിക്കുടിച്ച് തഴച്ചു വളരുന്നൊരു ഇത്തിൽ കണ്ണിയോട് തോന്നുന്ന പുച്ഛം. എടി, ഇത്തിൽ കണ്ണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു ചെടികളെ പോലെ മണ്ണുമായിട്ട് ബന്ധമൊന്നുമില്ല. ആരെങ്കിലും ഊറ്റിക്കുടിക്കാനാ അതിന്റെ ജന്മം തന്നെ. ഈ പേനും കൊതുകും മുട്ടയും ഒക്കെ ഇല്ലേ, ചോരയാ എന്റെ ഭക്ഷണം. രക്തം കുടിക്കുന്നല്ലോ എന്ന് കരുതി ആ ജീവികളോട് ആർക്കെങ്കിലും അസൂയ തോന്നൂ? പുച്ഛം. കൂടിപ്പോയാ ഒരു സഹതാപം, അത്രേ ഉള്ളൂ. ആ വല്ലവന്റെയൊക്കെ തല്ലുകൊണ്ട് ചാവുന്നത് വരേ ഉള്ളൂ അതിന്റെയൊക്കെ തിളപ്പം. ഒരു ദിവസം, ഒരേ ഒരു ദിവസം മറ്റാരുടെയും സഹായമില്ലാതെ എന്നെ പോലെ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ജീവിച്ച് കാണിക്ക്. എന്നിട്ട് നീ ചോദിക്ക്, കാണുമ്പോ ദണ്ണോ അസൂയൊക്കെ തോന്നുന്നുണ്ടോന്ന്. നാട്ടുകാരുടെ എച്ചിലെടുത്തും ചായ ഗ്ലാസ് കഴുകിയും കിട്ടുന്ന നക്കാ പിച്ചുകൊണ്ട് ജീവിച്ച നിനക്കൊക്കെ മണ്ണും ചെളിയും പാടമൊക്കെ ദൈവമായിരിക്കും. ഇന്നത്തെ ജനറേഷൻ അധ്വാനിക്കുന്നത് ശരീരം കൊണ്ടല്ലടി, ബുദ്ധി കൊണ്ടാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേട്ടിട്ടില്ലേ നീ? നിർമ്മിത ബുദ്ധി. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ഒരു പ്രോഗ്രാം കോഡ് ചെയ്ത് വെച്ച ആ ലക്ഷ്യം മുന്നിൽ കണ്ട് രാവും പകലും അത് പ്രവർത്തിച്ചോളൂ. എന്റെ തലച്ചോറിൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ബുദ്ധിയാണടി നിന്നെ തെരുവിൽ ഇങ്ങനെ നാടോടി വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്. ജോലിയുടെ അധ്വാനത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞ് നീ പോയി ജീവിച്ചോ. ആ പിന്നെ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊരു മഹാകാവ്യം എഴുതി വാഴക്കുലേന്നോ തേങ്ങാക്കുലേന്നോ ഒക്കെ പേരും ഇട്ടോ. പക്ഷേ ഭാമാന്റിയുടെ വീട്ടിലേക്കുള്ള വഴി നീ മറന്നേക്ക് എന്നേക്കുമായി. സുസ്മിതേ, രോഹിത്ത് മടങ്ങി വരുന്നത് വരെ മാത്രമേ നിന്റെ ഈ സുഖവാസം ഉണ്ടാവൂ. പിന്നെ നിനക്കുള്ളത് വനവാസമല്ല, ജയിൽവാസ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.